വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ 16-ാം അധ്യായം ദൈവത്തിൻ്റെ വിധിയും കരുണയും സംബന്ധിച്ച ശക്തമായ സന്ദേശമാണ്. പ്രവാചകനായ ജെറമിയായെ ദൈവം വിവാഹം കഴിക്കരുതെന്നും ജനങ്ങളുടെ മരണത്തിൽ പങ്കാളിയാകരുതെന്നും കൽപ്പിക്കുന്നു. ഇതിലൂടെ ഇസ്രായേലിൻ്റെ അനുസരണക്കേടിനാൽ വരുന്ന വിധിയും പിന്നീട് ദൈവം ജനങ്ങളെ തിരികെ കൂട്ടിച്ചേർക്കുന്ന കരുണയും വെളിപ്പെടുത്തുന്നു. ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകരുത്. 16-ാം അധ്യായം 2-ാം തിരുവചനം. അവർക്ക് എൻ്റെ ശക്തിയും എൻ്റെ ബലവും അറിയിക്കും, അവർ എൻ്റെ നാമം യഹോവ എന്ന് അറിയും. 16-ാം അധ്യായം 21-ാം തിരുവചനം. ജെറമിയ 17-ാം അധ്യായം മനുഷ്യന്റെ ഹൃദയത്തിലെ പാപവും ദൈവത്തിൽ വിശ്വാസം വെച്ചവർക്കുള്ള അനുഗ്രഹവും തമ്മിലുള്ള ശക്തമായ വിരുദ്ധതയെ വെളിപ്പെടുത്തുന്നു. യൂദയുടെ പാപം അവരുടെ ഹൃദയത്തിൽ കൊത്തിയിരിക്കുന്നു. മനുഷ്യനെ ആശ്രയിക്കുന്നവർ ശാപം അനുഭവിക്കും, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ശപിക്കപ്പെട്ടവൻ മരുഭൂമിയിലെ ചെടി പോലെ നല്ലത് വരുമ്പോൾ കാണുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവനും യഹോവ തന്നെയാണ് തൻ്റെ പ്രത്യാശയെന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. 17-ാം അധ്യായം 7-ാം തിരുവചനം. ജെറമിയ 18-ാം അധ്യായം ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യന്റെ അനുസരണക്കേടിൻ്റെ ബലവും വ്യക്തമാക്കുന്ന ശക്തമായ സന്ദേശമാണ്. ദൈവം തൻ്റെ ജനത്തെ മൺപാത്രക്കാരനെ പോലെ രൂപപ്പെടുത്താൻ കഴിവുള്ളവനാണെന്ന് പ്രവാചകൻ മുഖാന്തരം വെളിപ്പെടുത്തുന്നു. പാപത്തിൽ നിന്ന് തിരിഞ്ഞാൽ ദൈവം കരുണ കാണിക്കും. അനുസരിക്കാതെ ദുഷ്ടതയിൽ തുടരുകയാണെങ്കിൽ വിധി വരും. അവർ അവരുടെ ദുഷ്ടതയിൽ നിന്ന് തിരിഞ്ഞാൽ ഞാൻ അവരുടെ നേരെ വിചാരിച്ചിരുന്ന അനർത്ഥം മാറ്റും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.